ഭക്തരുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്തുള്ള ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ ചടങ്ങ് ചിങ്ങം 1-ാം തീയതി ഇവിടെ നടക്കുന്നുണ്ട്. മകരമാസം അത്തത്തിനാണ് ഉത്സവം. ആ ഉത്സവത്തോട് കൊടിമരം പ്രതിഷ്ഠ ഉത്സവം കൊണ്ട് ഒരുമിച്ചാണ്. കൊടിമരം ഉയർത്തും ചിലപ്പോൾ മിക്കവാറും തൊണ്ണം തന്നെ പൂശാനുള്ള സാധ്യത ഉണ്ട്. കാരണം അതിനൊക്കെ ഓരോരുത്തരും ദേവിയെ ഓരോരുത്തരും ഇപ്പോഴേ ഓഫറുകൾ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ഈ വാർത്ത ഇപ്പോൾ തൊട്ട് മുൻപ് കണ്ട ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നതിനോടൊപ്പം ഞങ്ങൾ കണ്ടത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒരു കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. പരവൂരിൽ നിന്നാണ് ഈ കൊടിമരത്തിന് ആവശ്യമായ മരം ഇവർ ഇവിടേക്ക് എത്തിച്ചത്. ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ ഒരു പ്രദേശമാണ് കാണിച്ചത്. അന്ന് ഇവർ ഈ കൊടിമരം മുറിക്കാൻ പോകുന്നതൊക്കെ ഞങ്ങൾ അന്ന് ചിത്രീകരിക്കുകയും വാർത്തയാക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ വലിയ അത്ഭുതമാണ് അന്നുണ്ടായത്. ഈ കൊടിമരം അവിടെ നിന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരും ഇതിന്റെ ആളുകളും ഒക്കെ അവിടെ ചെന്നപ്പോൾ അന്ന് ആ ഒരു പ്രദേശത്ത് നിരവധി പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി. ഇപ്പോൾ ആ കൊടിമരം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിന്റെ പണികൾ അതായത് ഇനി നടക്കാൻ പോകുന്നത്, അതായത് ഈ കൊടിമരം അതിന്റെ ഒരു ശരിയായിട്ടുള്ള രീതിയിൽ അതിന്റെ തച്ചന്മാരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് അതിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് ഈ കൊടിമരം എണ്ണത്തോണിയിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നടപടി. അതായത് ഈ എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു നിർമ്മാണം നടക്കുന്നത് ഈ എണ്ണത്തോണി ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇതില് എള്ള് എണ്ണ, അതായത് എത്ര പാട്ട എണ്ണയായിരിക്കും ഇതിലേക്ക്? 55 പാട്ട. 55 പാട്ട എണ്ണ ഈ ഒരു കാണുന്ന ഈ തോണിയിലേക്ക് ഇവർ ഒഴിക്കും. അതിനുശേഷം ഈ കൊടിമരം ഇവിടേക്ക് ഈ എണ്ണയിലേക്ക് മുക്കി വെക്കും. അത് ഏകദേശം 6 മാസം വെക്കുന്നു. 6 മാസം. മകരമാസത്തിലെ അത്തത്തിന് ഉത്സവത്തോടുകൂടി പ്രതിഷ്ഠ. മകരമാസം അത്തത്തിനാണ് ഉത്സവം. ആ ഉത്സവത്തോട് കൊടിമരം പ്രതിഷ്ഠ ഉത്സവം കൊണ്ട് ഒരുമിച്ച് നടത്തും. കാരണം നമ്മളെ തീരുമാനം ദേവപ്രശ്നം അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും ചിങ്ങമാസത്തില് 1-ാം തീയതിയാണ് ഈ കൊടിമരം ഈ എണ്ണത്തോണിയിലേക്ക് വയ്ക്കുന്ന ആ ഒരു ചടങ്ങുകളൊക്കെ നടക്കുന്നത്. നമുക്കറിയാം, ലക്ഷ്മി നാരായണ ക്ഷേത്രം വവ്വാക്കുന്ന് ഭക്തരുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്തുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഒരു വലിയ ചടങ്ങ്, ക്ഷേത്രത്തിലെ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ ചടങ്ങ് ചിങ്ങം 1-ാം തീയതി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്തർ ഇവിടേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയാണ് നമ്മളോടിപ്പോ സംസാരിച്ചത്. ഈ കൊടിമരം 6 മാസം ഇതിലിട്ടേക്കും അല്ലേ? 6 മാസം എണ്ണത്തോണിയിൽ ഇട്ടിട്ടാണ് കൊടിമരം ഉയർത്തുന്നത്. ഇതിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉപയോഗിക്കുന്ന വെച്ചാൽ നല്ലെണ്ണ. അത് ഞാൻ തിരുനെൽവേലിയിൽ പോയാണ് എടുത്തല്ലോ. നല്ലെണ്ണ, പിന്നെ പച്ചമരുന്ന് 51 കൂട്ടം അങ്ങാടി മരുന്നുകൾ. അത് ഇടിച്ച് പൊടിച്ച് മില്ലിൽ തന്നെ പൊടിച്ച് റെഡിയാക്കി പാക്ക് ചെയ്ത് ഇവിടെ വരും. അത് നാളെ തൊട്ട് എണ്ണ കാച്ചു കൊടുക്കണം. നാളെ തൊട്ട് ഇവിടെ തന്നെ എവിടെയാണ് കാച്ചുന്നത്. 3 ദിവസം കാച്ചെത്തിക്കും. അത് കാച്ചുന്നതിന് മാത്രം കൂലി 20,000 രൂപ. കാച്ചുകൂലി മാത്രം 20,000 രൂപയാണ്. അങ്ങാടിക്ക് മാത്രം 25,000 രൂപ. അതെന്നാ ഒറിജിനൽ എള്ളെണ്ണ കിട്ടും, ശുദ്ധമായ എള്ളെണ്ണ. ഇവിടെ എല്ലാം ഈ പച്ചണ്ടിക്കറ വാട്ടിയെടുത്ത് നല്ല എണ്ണ എന്ന് പറഞ്ഞു വരുന്നത്. അല്ലല്ല, അത് ഞാൻ തിരക്കി പിടിച്ച് അവിടെ പോയി എടുത്താണ്. അവിടെ പോയി ആ മില്ലിൽ നിന്ന് ആട്ടിക്കൊണ്ട് ആ എള്ളിട്ട് ആട്ടുന്ന അവിടെ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് പൂജകളും ഒക്കെ ഉണ്ടാവും അല്ലേ? എല്ലാ പൂജകളും ഉണ്ടാവും. അതിന് കൊടിമരത്തിന്റെ എണ്ണ തൊടിയുന്ന പൂജ. എന്തായാലും ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതില് അന്നദാനമുണ്ട്. ഭക്തർക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ നമ്മൾ ഈ കൊടിമരം സ്ഥാപിക്കുമ്പോൾ ഈ കൊടിമരത്തിനൊരു ഇതിന് പുറത്ത് പഞ്ചലോഹം പൂശാറുണ്ട്, സ്വർണം പൂശാറുണ്ട്, അങ്ങനെ അതിലെന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? പലരും ഇന്നലെ ഒരു സ്വർണം പൂശാറ് നമ്മുടെ വന്ന് സ്ക്വയർ ഫീറ്റിന് 8,500 രൂപ വേണമെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു കൂട്ടുകാരെ അത് ഏതായാലും അല്ല അതൊക്കെ അത് ലക്ഷ്മി മദ്രാസ് ദേവിയല്ലേ ലക്ഷ്മി അത് മദ്രാസിൽ നിന്ന് അതോടെ ദേവി ഇവിടെ എത്തിക്കും അത് ഇങ്ങനെ എത്തും മിക്കവാണ് എന്റെ തോന്നല് മിക്കവാറും നടന്നിരിക്കും. അതിന്റെ ഒരു 6 മാസത്തിനകത്ത് ഈ കൊടിമരം കൊണ്ട് ഉയരും. കൊടിമരം ഉയറും. ചിലപ്പോ മിക്കവാറും തൊണ്ണം തന്നെ പൂശാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതകളുണ്ട്. കാരണം അതിനൊക്കെ ഓരോരുത്തരും അതൊക്കെ ദേവിയുടെ ദേവിയെ ഓരോരുത്തരും ഇപ്പോഴേ ഓഫറുകൾ പറയുന്നുണ്ട് ചെയ്യാൻ. അത് പിന്നെ ഭഗവാന്റെ കയ്യിലിരിക്കാൻ ദേവിയുടെ കയ്യില്. ഒവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനത്തിന് പല ഭക്തരും അവരുടെ കാണിക്കകളൊക്കെ വെക്കുന്നത് മതി അവരുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്താം അല്ലേ. അപ്പോ പല ഭക്തരും ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും ഈ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും പുനർനിർമ്മാണത്തിനും ഒക്കെ അവരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ സംഭാവനകളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ കൊടിമരം ഇവിടെ ഉയരുമ്പോൾ ഈ പ്രദേശത്തൊന്നുമില്ലാത്ത ഒരു സംവിധാനത്തിൽ ചിലപ്പോൾ ഈ കൊടിമരം ഇവിടെ ശ്രദ്ധ നേടുന്ന രീതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അങ്ങനെ എത്താനാണ് സാധ്യത. അതാണ് മിക്കവാറുള്ള ഭക്തജനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. കൊടിമരത്തിന് അവര് സ്വർണം പൂശാമെന്നാണ് ചിലർ പറഞ്ഞിരിക്കുക. ഏതായാലും ചിങ്ങം 1-ാം തീയതി എന്ന് പറഞ്ഞ ആ ഒരു ദിവസം പച്ചെണ്ണ ആളുകൾക്കെല്ലാം സമർപ്പിക്കുന്ന ഒരു പാട്ട എണ്ണ എല്ലാ ഭക്തരും ഭഗവാന്റെ നട്ടല്ലേ പ്രതീക്ഷ. പച്ചെണ്ണ എള്ളാട്ടി എണ്ണ ഓരോ പാട്ട എണ്ണ ഒരുപാട് ഭക്തര് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനിയും ആർക്കെല്ലാം ചെയ്യാം അവർക്കെല്ലാം ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പച്ചെണ്ണ എടുത്ത് ഇവിടെ വെക്കുകയും ചെയ്യാം. ഇപ്പൊ വേണ്ട ഒരു 55-60 പാട്ട എണ്ണയാണ് ഇവിടെ ഇറക്കുന്നത്. അത് വെച്ചോണ്ട് ആക്കി വരുന്നവർക്കും വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഏതായാലും ചിങ്ങം 1-ാം തീയതി നടക്കുന്ന ഈ ഒരു ചടങ്ങിൽ അതിനു മുൻപും ഒക്കെ തന്നെ ഭക്തർക്കൊക്കെ ഇവിടെ എത്താം. എന്തെങ്കിലും ഈ കൊടിമര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ കാണിക്കകൾ സമർപ്പിക്കാനുള്ള സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. ക്യാമറാമാൻ അനീഷ് മംഗളത്തോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.